അവിടെ CPM-ന് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. UDF-നെയും UDF-ന്റെ നേതാക്കളെയും ദുർബലപ്പെടുത്തുന്നതിനും UDF-ന്റെ പ്രവർത്തനങ്ങളെ ബലഹീനതപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് CPM കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വൻ പരാജയം. വലിയ ഭൂരിപക്ഷത്തിനാണ് CPM-ന്റെ പല നേതാക്കളും തോറ്റിട്ടുള്ളത്, പരാജയപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് വടകര പാർലമെന്റിൽ ഷാഫി പറമ്പിലിന്റെ വിജയമാണ്. CPM-ന്റെ തുറുപ്പ് ചീട്ടായിട്ടുള്ള KK ശൈലജക്കെതിരിൽ 1,00,000-ൽ പരം ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ വിജയിക്കുന്നത്. അവിടെ കാഫിർ സ്ക്രീൻഷോട്ട് പോലുള്ള കാര്യങ്ങൾ വരെ CPM പ്രചരിപ്പിച്ചിട്ട് പോലും അവിടെ CPM-ന് വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ തൃക്കാക്കര, അതുപോലെ പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകൾ, അവിടെയെല്ലാം UDF-ന്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധികാരികമായിട്ടുള്ള വിജയമാണ്. ഈ വിജയം UDF-ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റുമെന്ന് CPM-ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ CPM-ന് കനത്ത പരാജയം തന്നെ ഉണ്ടാകുമെന്ന് CPM മനസ്സിലാക്കിയിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ വരെ കൂട്ടുപിടിച്ചുകൊണ്ട് CPM, അതിന് അച്ചാരം കൊടുത്തുകൊണ്ട് CPM UDF-ന്റെ നേതാക്കൾക്കെതിരിൽ ആരോപണങ്ങളുടെ കുന്തമുനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ശക്തമായിട്ട് UDF-ന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ശക്തമായിട്ട് നേരിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നേതൃത്വമാണെങ്കിലും ശരി പ്രവർത്തകരാണെങ്കിലും ശരി ശക്തമായിട്ട് നേരിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ UDF-ന്റെ പരാജയത്തിലേക്കായിരിക്കും അത് നയിക്കുക എന്നുള്ളത് ഓരോ UDF പ്രവർത്തകനും അതുപോലെ തന്നെ നേതാക്കളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. UDF എന്ന് പറഞ്ഞാൽ ഒരുപാട് പാർട്ടികൾ ചേർന്നൊരു മുന്നണിയാണ്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ടീം UDF, ഒരുപാട് പാർട്ടികൾ ചേർന്ന ആ ഒരു മുന്നണിയെ, UDF എന്ന മുന്നണിയെ ഒരു ടീമാക്കി വാർത്തെടുത്ത് ഒരൊറ്റ പാർട്ടി പോലെ ആക്കിയെടുത്തത് UDF-ന്റെ നേതാക്കളാണ്. അത്രമാത്രം വലിയ വിജയമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ CPM-ന്റെ മറ്റൊരു നേതാവായിട്ടുള്ള താത്വികാചാര്യൻ എന്നൊക്കെ പറയുന്ന CPM-ന്റെ യുവാക്കൾക്കിടയിൽ ഹരമായി മാറിയിട്ടുള്ള സ്വരാജിനെ ആര്യാടൻ ഷൗക്കത്ത് വലിയ മാർജിനിൽ തോൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു ടീം UDF എന്നുള്ളൊരു സിസ്റ്റം കൂടെ വന്നതോടെ UDF വളരെയധികം ശക്തമായി കരുത്താർജിച്ച ഒരു സമയത്ത് UDF-ന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ യുവ നേതാക്കളും, ഈ യുവ നേതാക്കളെയും പ്രതിപക്ഷ നേതാവിനെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് CPM മുന്നോട്ട് പോകുന്നത്. ഇവരെ തകർത്ത് കഴിഞ്ഞാൽ UDF തകരും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് CPM ആരോപണങ്ങളുമായിട്ടും അതുപോലെ ഗൂഢാലോചനകളുമായിട്ടും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, UDF-ന്റെ യുവജന നേതാക്കള് അവരൊരു ഒത്തൊരുമയോടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് നടത്തുന്നത്. UDF-ന്റെ യുവജന നേതാക്കൾ എന്ന് പറയുമ്പോൾ യൂത്ത് ലീഗിനെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ, പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഒരു ഒത്തൊരുമയോടെ ഒരു കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈ ഓരോ ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലൊരു ടീം CPM-നോ ഇടതുപക്ഷത്തിനോ ഇല്ല യുവജന വിഭാഗത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മോയകളും മൊണ്ണകളും പോലെയുള്ള കുറച്ച് യുവജന നേതാക്കൾ ഉണ്ട് ഇടതുപക്ഷത്ത് എന്നല്ലാതെ അവരെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല എന്നുള്ളത് CPM-ന് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ UDF-ലെ യുവജന വിഭാഗത്തെ, യുവജന നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് CPM ഒരുപാട് ആരോപണങ്ങൾ ഇനി അങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ അലയൊലികൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് ആരോപണം വന്നിട്ടുള്ളത് PK ഫിറോസിന് നേരെയായിരുന്നു. PK ഫിറോസിന് നേരെ വന്നത് എന്താണെന്ന് വെച്ചാൽ, PK ഫിറോസിൻ്റെ അനുജനെ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടു എന്നായിരുന്നു ആദ്യത്തെ പ്രചരണം. എന്നാൽ പിന്നീട് നോക്കിയപ്പോൾ ഈ ഒരു അനിയൻ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ മയക്കുമരുന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് വന്ന സമയത്ത് ഈ പോലീസിനെ ആക്രമിച്ചു ഇദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പേരിലാണ് ഈ അനിയനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അനിയനാണെന്നുണ്ടെങ്കിൽ PK ഫിറോസിൻ്റെ പ്രസ്ഥാനമായിട്ട് ഒരു ബന്ധവുമില്ല, മുസ്ലിം ലീഗ് പ്രസ്ഥാനമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ അനുഭാവിയാണെന്നാണ് പറയപ്പെടുന്നത് വരെ. അപ്പോൾ ഈ ഒരു അനുജനെ വെച്ചുകൊണ്ട് PK ഫിറോസിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം ആദ്യം ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ അത് വിലപ്പോയില്ല. അനിയൻ വേറൊരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയുടെ ഭാഗമാണെന്നുള്ളത് കൊണ്ട് തന്നെ PK ഫിറോസ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വേറെയാണ്, എൻ്റെ വ്യക്തിത്വം വേറെയാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആശയം വേറെയാണ്, എൻ്റെ പാർട്ടിയും ആശയം വേറെയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അനിയനെ വെച്ചുകൊണ്ടുള്ള ആ ഒരു ആരോപണം PK ഫിറോസിനെ തകർക്കാൻ വേണ്ടിയിട്ട് CPM-ന് ഉപകാരപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് PK ഫിറോസിനെതിരിൽ വന്നിട്ടുള്ള ആരോപണം, 1 കോടിയിലധികം രൂപ വില വരുന്ന വീടുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഉണ്ടാക്കി, ഇതിനെതിരിൽ അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അല്പനായിട്ടുള്ള ജലീൽ രംഗത്തിറങ്ങി. അങ്ങനെ ജലീൽ രംഗത്തിറങ്ങിയിട്ടും അതിലും വലിയൊരു കഴമ്പൊന്നും കിട്ടിയിട്ടില്ല, പിടുത്തം കിട്ടിയിട്ടില്ല. PK ഫിറോസിനെതിരിൽ ഒന്നും
ചലിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിനും CPM-നും സർക്കാരിനും പറ്റിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. പിന്നീട് വന്നത് MSF എന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനെതിരെയുള്ള ആരോപണമാണ്. കാരണം SFI കലാലയങ്ങളിൽ വലിയ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. പിന്നെ MSFൻ്റെ നേതാവാണെന്നുണ്ടെങ്കിൽ PK നവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു ചടുല യൗവനം എന്ന് നമുക്ക് പറയാം. എന്തിനും ഏതിനും കൃത്യമായിട്ട് പ്രതികരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് PK നവാസ്. അങ്ങനെ PK നവാസിനെതിരിലാണ് പിന്നീട് വന്ന ആരോപണം. MSF അഥവാ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു വർഗീയ സംഘടനയാണെന്നും PK നവാസ് ഒരു വർഗീയവാദിയാണെന്നും പറഞ്ഞിട്ടായിരുന്നു CPM-ൻ്റെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള SFIൻ്റെ ഒരു സഞ്ജീവ് എന്ന് പറയുന്ന നേതാവ് പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം വർഗീയവാദിയാക്കാനുള്ള ശ്രമമാണ് അടുത്തത് നടത്തിയിട്ടുള്ളത്. MSFനെ വർഗീയവാദിയാക്കി കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഒരു വർഗീയ പ്രസ്ഥാനമാക്കി മാറ്റാം, അതിനൊരു വർഗീയ പ്രസ്ഥാനമാക്കി മാറ്റാം എന്നുള്ള കാഴ്ചപ്പാടുകൾ CPM സ്വന്തം വിദ്യാർത്ഥി ഫെഡറേഷന് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നത് പോലെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ രണ്ടാമതായിട്ട് CPM-ൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെ CPM തകർക്കാൻ ശ്രമിച്ച ഒരു നേതാവ് എന്ന് പറയുന്നത് PK നവാസ് എന്ന് പറയുന്ന MSFൻ്റെ പ്രസിഡന്റാണ്, സംസ്ഥാന പ്രസിഡന്റിനെയാണ് ഇവർ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അതും ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിലൂടെ UDF പ്രതിരോധിച്ചു കഴിഞ്ഞു. പിന്നീട് വന്നിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയമാണ്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങളാണ്. തെളിവായിട്ട് ഇവർ പറയുന്നത് ഒരു ഓഡിയോ റെക്കോർഡാണ്, പിന്നെ കുറേ വാട്സാപ്പ് മെസ്സേജുകളാണ്. അതിലൊരു ആരോപണം പൊളിഞ്ഞുപോയി. അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ കൊണ്ടുവന്നിട്ടുള്ള ആരോപണം പൊളിഞ്ഞുപോയി, അത് കളവാണെന്ന് വ്യക്തമാക്കപ്പെട്ടു. പിന്നീട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് രാഹുൽ ഉണർന്നോ എണീറ്റോ എന്തെങ്കിലും പറഞ്ഞോ ഇതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ആരോപണങ്ങൾ മാത്രമാണ് രാഹുലിനെതിരെ ഇതുവരെ വന്നിട്ടുള്ളത്. അവസാനം CPM-ന് മനസ്സിലായി ഈ ആരോപണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു, സർക്കാർ അവരുടെ കയ്യിലാണ്. അവർ ക്രൈംബ്രാഞ്ചിനെ ഇറക്കിയിട്ട് രാഹുലിനെതിരെ പരാതി ആരെങ്കിലും നൽകുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. അതിനു വേണ്ടിയിട്ട് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പരാതിയില്ലേ എന്നും പറഞ്ഞിട്ട്, പരാതി ഉണ്ടെങ്കിൽ പറയൂ, പരാതി ഉണ്ടെങ്കിൽ പറയൂ എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഈ ആരോപണം ഉന്നയിച്ച ആളുകളുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പരാതിയൊന്നും ആരും കൊടുത്തതായിട്ട് നമുക്കറിയില്ല. അപ്പം ആരോപണത്തിലൂടെ രാഹുലിനെ തകർക്കാൻ പറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനാണെന്നുണ്ടെങ്കിൽ രാഹുലിൻ്റെ പ്രാഥമിക അംഗത്വം ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. കോൺഗ്രസ്സിലുള്ള അംഗത്വം വരെ രാഹുലിന് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ CPM-ൻ്റെ ഒരു അജണ്ട ഇവിടെ വിജയിച്ചു. രാഹുലിനെ തൽക്കാലം വീട്ടിലിരുത്താൻ CPM-ന് പറ്റി. എന്നാൽ പോലും ആരോപണങ്ങളേ ഉള്ളൂ, പരാതികൾ വന്നിട്ടില്ല, അന്വേഷണത്തെ നേരിടാൻ ഇപ്പോൾ സ്വമേധയാ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കേസുകൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇവിടെ രാഹുലിൻ്റെ വിഷയത്തിൽ ആ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത വിഷയം വരെ ഇനി വിജയിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം. കാരണം പരാതിക്കാർ വരണം. ഇനി പരാതിക്കാർ വന്നിട്ട് പരാതി ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ട് ക്രൈംബ്രാഞ്ച് അത് അന്വേഷിച്ചിട്ട് തെളിവ് ഉണ്ടാക്കിയിട്ട് വേണം രാഹുലിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ. അതുവരെ രാഹുൽ ഇപ്പോൾ തൽക്കാലം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അവിടെ CPM-ന് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ രാഹുൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ വീട്ടിലിരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ജാഗ്രതയില്ലായ്മ രാഹുലിൻ്റെ ഭാഗത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു പരിധി വരെ കോൺഗ്രസിൻ്റെ നടപടികൾ, അതായത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുലിനെ നീക്കിയതും അതുപോലെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കിയതും ഉൾപ്പെടെയുള്ള ഈ കോൺഗ്രസിൻ്റെ നടപടികൾ വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നേ വരെ കൊണ്ടുവരാത്ത നടപടികളാണ് രാഹുലിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം എടുത്തിട്ടുള്ളത്. അതിന് കോൺഗ്രസ് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു നടപടി എടുക്കുന്നതിലൂടെ CPM-നെ BJP-യെയൊക്കെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. കാരണം മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ ഒരു മാഫിയ, ബലാത്സംഗ മാഫിയ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയാം. നമുക്ക് മന്ത്രിസഭയിലുണ്ട്, അതുപോലെ തന്നെ MLA-മാരിലുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ നമുക്കറിയാം ശശി വരെ ഉണ്ട്. ഈ ഒരു ബലാത്സംഗ മാഫിയയിൽപ്പെട്ട ആളുകളായിട്ടുള്ള ആളുകൾ, ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു CPM-നെയും BJP-യെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടുള്ള നടപടിയിലൂടെ നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ BJP-ൻ്റെ C കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരാളറ്റാണ്, അദ്ദേഹവും സംസ്ഥാന നേതാവറ്റാണ്. നമുക്ക് പിന്നെ BJP-ൻ്റെ കാര്യം നമ്മളങ്ങനെ വല്ലാതെ കേരളത്തിൽ നോക്കേണ്ട കാര്യമില്ല. അത് CPM-ഉം BJP ഏകദേശം തുല്യമായതുകൊണ്ട് രണ്ടും ഒന്നായിട്ട് തന്നെ കണ്ടാൽ മതി.
പക്ഷെ ഈ ഒരു കൃഷ്ണദാസിന്റെ പേരിൽ, അയാളെ പേരിൽ ഒരു പിന്നെ ആക്ഷേപം ഉണ്ടായി, പരാതി ഉണ്ടായി, ഒരു ക്രൈംബ്രാഞ്ചും പോയിട്ട് സ്വമേധയാ കേസെടുത്തിട്ടില്ല. ഈ കാര്യം സി പി എമ്മിന്റെ നേതാക്കളേറ്റ മിണ്ടുന്നുമില്ല. കാരണം ബി ജെ പിയും സി പി എമ്മും ഉള്ള ആ ഒരു ഒട്ടലുണ്ടല്ലോ, ആ ഒട്ടലാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞതിന് ശേഷം ഷാഫി പറമ്പിനെതിരിലാണ് ഇപ്പം ഇവരെന്ത് ചെയ്യുന്നത്, ആക്രമണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്നത് ഷാഫിയാണ്, ഷാഫിന്റെ സന്തത സഹചാരിയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ ഷാഫിൻ്റെയും കൂടെ തെറ്റുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷാഫി പറമ്പിലിനെ ആക്രമിക്കാനും റോഡിലൂടെ നടത്താൻ പറ്റില്ല, വടകരയിൽ തടഞ്ഞു നടക്കാനുള്ള വിഷയം നമ്മൾ കണ്ടതാണ്. അവിടെ ഷാഫി ശക്തമായിട്ട് പ്രതികരിച്ചു, ഷാഫി പറമ്പിൽ എം പി ശക്തമായിട്ട് പ്രതികരിച്ചു. അതിനാലെ തന്നെ അവിടെയും സി പി എമ്മിനും പിന്നെ ഡിവൈഎഫ്ഐക്കും മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഷാഫി പറമ്പിലിനെതിരിലും എന്താക്കി ഇവര് ഈ ഒരു ആരോപണം, രാഹുലിന്റെ ആരോപണം ഷാഫി പറമ്പിലിന്റെ തലയിലേക്ക് ഇട്ടിട്ട് ഷാഫി പറമ്പിലിനെ ഒരു പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഷാഫി പറമ്പിൽ വളരെ മോശക്കാരനെന്ന് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തുണ്ടായി. അതും ഒരു ഗൂഢാലോചനയാണ്. കാരണം യു ഡി എഫിന്റെ നേതാക്കളെ തകർക്കണമെങ്കിൽ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ അല്ലാതെ ഇവർക്ക് തകർക്കാൻ കഴിയില്ല. അടുത്തതായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് വി ഡി സതീശനായിരിക്കും. കാരണം വി ഡി സതീശന്റെ ആ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് പോലും യു ഡി എഫിന് ഏറ്റവും വലിയ കരുത്താണ്. അപ്പം വി ഡി സതീശനെതിരിൽ ഒരു അടി അടിക്കാൻ പറ്റുകയും വി ഡി സതീശൻ അതിൽ വീഴുകയും ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് യു ഡി എഫിന് പ്രതിരോധത്തിലാക്കുന്ന കാര്യമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അടുത്ത ലക്ഷ്യം സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ലക്ഷ്യം വി ഡി സതീശനാണ്. അതിനു വേണ്ടിയിട്ട് മാധ്യമങ്ങളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങൾ, റിപ്പോർട്ടർ ചാനലൊക്കെ ഇവർക്കെന്തോ നിധി കിട്ടിയതുപോലെയാണ് യു ഡി എഫിനെതിരെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതിന്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം. സി പി എമ്മിന്റെ ഒരു ചാനൽ പോലെയാണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത്. റിപ്പോർട്ടർ ചാനൽ, ന്യൂസ് 18 ചാനൽ, ജനം ടി വി, കൈരളി ടി വി ഒക്കെ ഇപ്പൊ സി പി എമ്മിന്റെയും കൂടെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇനി വി ഡി സതീശനാണ് ഇവരെ ടാർഗറ്റ്. ഇതിലിപ്പോൾ നമുക്കറിയാം, പി കെ ഫിറോസിനെ ടാർഗറ്റ് ചെയ്തു, അതിൽ നിന്നും അവർക്ക് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. പി കെ നവാസിനെ ടാർഗറ്റ് ചെയ്തു, അതിൽ നിന്നും സി പി എമ്മിന് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. പിന്നീട് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, ആരോപണ വിധേയനാണ്, ഇതുവരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് വരെ സ്വമേധയാ കേസെടുത്ത് പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല. തെളിവ് എന്ന് പറയപ്പെടുന്നത് ഈ ഒരു വോയിസ് ആണ്. അതിൻ്റെ വ്യക്തി ആരാണെന്നും ഗർഭിണി ആയിട്ടുണ്ടോന്നോ കുട്ടിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. പിന്നെ വരുന്നത് ഷാഫി പറമ്പിലിനെതിരിലേക്കാണ്. ഷാഫി പറമ്പിലിനെതിരിലേക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെയും അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴികെ ഈ 3 നേതാക്കൾ, പി കെ ഫിറോസ്, പി കെ നവാസ്, ഷാഫി പറമ്പിൽ, ഇപ്പം പ്രതിരോധത്തിൽ വിജയിച്ച് നിൽക്കുന്ന ആളുകളും. രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിനെതിരെ പ്രതിരോധിക്കാൻ പറ്റാതെ താൽക്കാലികമായിട്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇനിയുള്ളത് വി ഡി സതീശനിലേക്കാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം വി ഡി സതീശനെ ഒതുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഇവർക്ക് പുഷ്പം പോലെ വിജയിച്ച് കയറാനും അധികാരത്തിലെത്താനും പറ്റുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷേ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, യുവജന വിഭാഗവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കളും കരുതിയിരിക്കുക. തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ഗൂഢാലോചനകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ വിജിലൻ്റ് ആയിരിക്കുക. പ്രവർത്തകരാണെങ്കിലും യു ഡി എഫിന്റെ പ്രവർത്തകരാണെങ്കിലും വിജിലൻ്റ് ആയിരിക്കുക. ഇവർ കൊണ്ടുവരുന്ന ആരോപണങ്ങളെല്ലാം പഠിച്ചിട്ട് അതിനെ മെറിറ്റ് നോക്കിയിട്ട് അതിനെതിരിൽ പ്രതിഷേധിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.